ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെരി ഗുഡ് മോർണിംഗ്. ഒരു സർക്കാർ ജോലി ലക്ഷ്യം വെച്ച് മുന്നോട്ട് സഞ്ചരിക്കുന്ന എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കുമൊപ്പം ഞാനും എൻ്റെ ചാനലും ഡ്രീം PSC വിത്ത് മീ. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 10ാം തരം പരീക്ഷകൾക്കെല്ലാം പ്രയോജനപ്രദമാകുന്ന രീതിയിൽ പൊതുവിജ്ഞാന ഭാഗത്തിൻ്റെ വിവിധ മൊഡ്യൂളുകൾ അല്ലെങ്കിൽ വിവിധ ടോപ്പിക്കുകൾ, ആ ഭാഗത്ത് നിന്ന് SCERT, NCERT അതല്ലെങ്കിൽ +2 ലെവൽ വരെയുള്ള പുസ്തകത്തിലെ ചോദ്യങ്ങൾ, അവയുടെ അനുബന്ധ വിവരങ്ങൾ, പ്രസ്താവനകൾ, ഇതൊക്കെ അടങ്ങിയ ഒരു പംക്തിയാണ്, തൊഴിൽ വീതിയിലെ പംക്തിയാണ്. അപ്പോൾ ഭരണഘടനയുടെ 2ാമത്തെ ക്ലാസ്സാണിന്ന്. ഭരണഘടനയുടെ ആദ്യത്തെ ക്ലാസ് ഇന്നലെ കണ്ടിട്ടില്ലാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പറയാൻ കാരണം മറ്റൊന്നുമല്ല, കൃത്യമായിട്ട് ഇത് ഫോളോ ചെയ്തു പോകുന്ന ഒരു 250 കുട്ടികളുണ്ട്. അവരെ ഉദ്ദേശിച്ചാണ് ആ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൃത്യമായിട്ട് കൊടുക്കുന്നത്. ആദ്യ ഭാഗം കണ്ട ശേഷം നിങ്ങൾ 2ാം ഭാഗത്തിലേക്ക് വരിക. എനിവേ, മൗലിക കടമകൾ കടം കൊണ്ടത് ഏത് രാജ്യത്തു നിന്നാണ്? ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പരീക്ഷകളിൽ ഇന്ന ആശയം കടം കൊണ്ടതും കടം കൊണ്ട രാജ്യവും ചേരുംപടി ചേർക്കാനും അതുപോലെ തന്നെ ശരിയായ ജോഡി തെറ്റായ ജോഡി ഇതൊക്കെ ആയിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ മൗലിക കടമകൾ കടം കൊണ്ടിരിക്കുന്നത് റഷ്യയിൽ നിന്നാണ്. ഭരണഘടനയുടെ 4ാം ഭാഗത്തിൽ അനുച്ഛേദം 51A മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. 2002 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഒരു മൗലിക കടമ കൂടി ചേർക്കപ്പെട്ടു. പഞ്ചവത്സര പദ്ധതികളുടെ ആശയം കടം കൊണ്ടത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. അവിടെ നിന്ന് തന്നെയാണ് മൗലിക കർത്തവ്യം എന്ന ആശയവും ഇന്ത്യ സ്വീകരിച്ചത്. പ്രധാനമായി 11 മൗലിക കർത്തവ്യങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ മൗലിക കടമകളെക്കുറിച്ച് താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന അങ്ങനെ ചോദ്യം വരുമ്പോഴും ഈ പോയിന്റുകളൊക്കെ തന്നെ നമ്മൾ ഓർത്തിരിക്കണം. കടം കൊണ്ടിരിക്കുന്നത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. 4ാം ഭാഗത്തിൽ അനുച്ഛേദം 51A പ്രതിപാദിക്കുന്നത്. 11 മൗലിക കർത്തവ്യങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉള്ളത്. സുപ്രീം കോടതി ജഡ്ജിയുടെ വിരമിക്കൽ പ്രായം 65 വയസ്സ്. ഓരോ നിർദ്ദിഷ്ട വ്യക്തികളുടെയും ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 62 വയസ്സ്. സുപ്രീം കോടതി 65, ഹൈക്കോടതി 62. രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ വേണ്ട കുറഞ്ഞ പ്രായം 35 വയസ്സ്. അതേസമയം ലോക്സഭാ അംഗമാകാനും പ്രധാനമന്ത്രി പദത്തിലേക്ക് മത്സരിക്കാനും വേണ്ട കുറഞ്ഞ പ്രായം 25 വയസ്സ്. രാജ്യസഭയിലെ അംഗമാകാൻ വേണ്ട കുറഞ്ഞ പ്രായം 30 വയസ്സ്. അടുത്തത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ റിട്ടുകളെ സംബന്ധിക്കുന്നതാണ്. ശരീരം ഹാജരാക്കൂ, നാം കൽപ്പിക്കുന്നു എന്നീ അർത്ഥം വരുന്ന 2 റിട്ടുകൾ. രണ്ടും 2 വ്യത്യസ്ത റിട്ടുകളാണ്. ശരീരം ഹാജരാക്കൂ എന്നത് ഹേബിയസ് കോർപ്പസ് റിട്ട്. അതേ സ്ഥാനത്ത് തന്നെ മാൻഡാമസ് ആണ് ഞാൻ കൽപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം വരുന്ന റിട്ട്. അടുത്തത് നിയമവിരുദ്ധമായോ നീതിരഹിതമായോ തടവിൽ വെച്ചിട്ടുള്ള ആരെയും സ്വതന്ത്രരാക്കി കോടതി മുൻപാകെ ഹാജരാക്കുക. അതാണ് ശരീരം ഹാജരാക്കുക എന്ന് പറയുന്ന ഹേബിയസ് കോർപ്പസ്. ഒരു വ്യക്തിയെയോ സ്ഥാപനത്തെയോ സ്വന്തം കർത്തവ്യം നിർവഹിക്കുക എന്ന് അനുശാസിക്കുന്നു, അതായത് നാം കൽപ്പിക്കുന്നു, അതാണ് മാൻഡാമസ്. സർഷ്യോററി എന്ന ലാറ്റിൻ വാക്കിൻ്റെ അർത്ഥം സാക്ഷ്യപ്പെടുത്തുക, പൂർണ്ണ വിവരം നൽകുക എന്നിങ്ങനെയാണ്. ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്നതാണ് സർഷ്യോററി. നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദാർഹമല്ല എന്നനുശാസിക്കുന്ന അനുച്ഛേദം ഏത്? അനുച്ഛേദം 37. നിർദ്ദേശക തത്വങ്ങൾ നടപ്പാക്കുക എന്നത് സ്റ്റേറ്റിൻ്റെ കടമയാണ്. ഒരു സമൂഹം എന്ന നിലയിൽ നാം സ്വീകരിക്കേണ്ട ലക്ഷ്യങ്ങളും മാർഗങ്ങളുമാണ് നിർദ്ദേശക തത്വങ്ങൾ. മൗലിക അവകാശങ്ങൾക്ക് പുറമെ
വ്യക്തികൾക്ക് അനുഭവിക്കാവുന്ന ചില അവകാശങ്ങളെക്കുറിച്ചാണ് നിർദ്ദേശക തത്വങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അടുത്തത്, മൗലിക സ്വാതന്ത്ര്യങ്ങൾ തുടക്കത്തിൽ എത്ര എണ്ണം ഉണ്ടായിരുന്നു? മൗലിക സ്വാതന്ത്ര്യങ്ങൾ 7 എണ്ണം ഉണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ 6 എണ്ണം. ഒഴിവാക്കിയത് സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം 19F. ഒഴിവാക്കിയ ഭേദഗതി 1978 44-ാം ഭേദഗതി. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കാര്യങ്ങളാണ്. ഇനി നിലവിലുള്ള സ്വാതന്ത്ര്യങ്ങൾ 19A, B, C, D, E and G. F ഒഴിവാക്കിയല്ലോ. അഭിപ്രായ സ്വാതന്ത്ര്യം, ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം, സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം, ഇന്ത്യയിലെവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം, മാന്യമായ ഏതു തൊഴിലും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. അഖിലേന്ത്യാ സർവീസ്, അവിടേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് നമുക്കറിയാം, UPSC അഥവാ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ 315 മുതൽ 323 വരെയുള്ള അനുച്ഛേദങ്ങളിൽ കേന്ദ്ര സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഭാരതത്തിലെ ആദ്യത്തെ പബ്ലിക് സർവീസ് കമ്മീഷൻ 1926 ഒക്ടോബർ 1 രൂപം കൊണ്ടു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ സർവീസുകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ മത്സര പരീക്ഷകൾ മുഖേന പ്രവേശിപ്പിക്കുക, അതാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചുമതല. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളുടെ നിയമന ചുമതല ഗവർണറിൽ നിക്ഷിപ്തമാണ്. എല്ലാ പൗരന്മാർക്കും ഏത് മതത്തിൽ വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനുമുള്ള അവകാശമുണ്ട്. ഈ പ്രസ്താവന ഏത് മൗലിക അവകാശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ 12 മുതൽ 35 വരെ അനുച്ഛേദങ്ങളാണ് മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ചില പ്രത്യേക സാഹചര്യങ്ങളിലൊഴിച്ച് ഈ മൗലിക അവകാശങ്ങൾ നിഷേധിക്കാനുള്ള അധികാരം ഭരണകൂടത്തിനില്ല എന്ന് ഭരണഘടന വ്യവസ്ഥ ചെയ്യുന്നു. ആർട്ടിക്കിൾ 25 പ്രധാന വ്യവസ്ഥകൾ വിശ്വാസ സ്വാതന്ത്ര്യം, പ്രഖ്യാപന സ്വാതന്ത്ര്യം, ആരാധനാ സ്വാതന്ത്ര്യം, പ്രചാരണ സ്വാതന്ത്ര്യം. അതായത് ഒരു വ്യക്തിക്ക് തൻ്റെ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാൻ അവകാശമുണ്ട്. വ്യക്തികൾക്ക് തങ്ങളുടെ മതവിശ്വാസം തുറന്നു പറയാവുന്നതാണ്. ഏതെങ്കിലും മതത്തിൻ്റെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും പിന്തുടരാൻ അവകാശമുണ്ട്. അതേപോലെ തന്നെ ഒരു മതവിശ്വാസം മറ്റുള്ളവർക്കായി പ്രചരിപ്പിക്കാവുന്നതാണ്. നിർബന്ധിച്ച് മതപരിവർത്തനം അഥവാ കൺവർഷൻ നടത്താൻ അനുവാദമില്ല. പക്ഷേ മറ്റുള്ളവർക്കായി തൻ്റെ മതവിശ്വാസം പ്രചരിപ്പിക്കാവുന്നതാണ്. പ്രാബല്യത്തിലുള്ള നിയമപ്രകാരം ചുമത്തിയേക്കാവുന്നതിനേക്കാൾ വലിയ ശിക്ഷയ്ക്ക് ഒരു വ്യക്തിയും വിധേയമാകരുത്. ഇത് ഏത് മൗലിക അവകാശവുമായി ബന്ധപ്പെട്ടതാണ്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇത് പലതവണ പറഞ്ഞതാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ആർട്ടിക്കിൾ 19 സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട 6 അവകാശങ്ങളും അതിൻ്റെ സംരക്ഷണം. അഭിപ്രായ സ്വാതന്ത്ര്യം, നിരായുധരായി ഒത്തുചേരാനുള്ള സ്വാതന്ത്ര്യം, തൊട്ട് മുമ്പലത്തെ ചോദ്യത്തിൽ നമ്മൾ പറഞ്ഞതാണ്. സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇന്ത്യയിലുടനീളം സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇന്ത്യയിൽ എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇഷ്ടമുള്ള തൊഴിൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. ആർട്ടിക്കിൾ 20 കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷയുമായി ബന്ധപ്പെട്ട സംരക്ഷണം. ആർട്ടിക്കിൾ 21 ജീവിക്കാനുള്ള അവകാശം, വ്യക്തി സ്വാതന്ത്ര്യം. ഇനി 21A മിക്കവാറും പരീക്ഷകളിൽ ചോദിക്കുന്നതാണ്, പ്രാഥമിക വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ 22 ചില കേസുകളിൽ അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷണം. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്?
രണ്ടും ശരിയാണ്. ജനാധിപത്യ രാജ്യങ്ങളിൽ ഗവൺമെൻറ്റിന് നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം എന്നിങ്ങനെ 3 ഘടകങ്ങൾ ഉണ്ടാവും. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ, ഉദ്യോഗസ്ഥ വൃന്ദം ഇത്രയും കൂടി ഉൾപ്പെട്ടതാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കാര്യനിർവഹണ വിഭാഗം. അപ്പോൾ നമ്മൾ അത്യാവശ്യം കുറച്ച് 10-12 ചോദ്യങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളും ചർച്ച ചെയ്തു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയി ചർച്ച ചെയ്യാം. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.